അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം തുടങ്ങിയായി. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ രാത്രി താമസിച്ചാണ് വന്നത്. റോഡ് വളരെ മോശമായിരുന്നു, അതുകൊണ്ട് താമസിച്ചാണ് വന്നത്. 10-11 മണിയായി വന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ നമ്മൾ താമസിച്ച ഹോട്ടലാണ്, നല്ല ഹോട്ടലാണ്. മദീന എന്ന് പറഞ്ഞ് നമുക്ക് ട്വിൻ ബെഡാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലത്തെ 2 റൂം, അപ്പോൾ 2 പേർക്ക് കിടക്കാവുന്ന കൂട്ട് നല്ല ഹോട്ടലാണ്, നല്ല റൂമുകളാണ്. ടോയ്ലറ്റൊക്കെ ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്, വലിയ റൂമാണ്. അതുപോലത്തെ 2 ബെഡ് കിട്ടിയായിരുന്നു. അപ്പോൾ ഹോട്ടൽ മദീന സമർഖണ്ഡ്. നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടൽ 4 സ്റ്റാർ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയേക്കാം. 5th ഫ്ലോറിലാണ് ഹോട്ടലുണ്ടോ, നല്ല ഹോട്ടലാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് താഴെ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ റൂഫിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ കൂടെയുള്ള രാവിലെ എല്ലാവരും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തുടങ്ങി. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണോ, സ്പെഷ്യലാണോ? ദോശയൊക്കെ ഉണ്ടല്ലോ, മസാല ദോശ. ബഫറ്റാണ്, ഞങ്ങൾക്ക് ബഫറ്റുണ്ട്, അവിടെ പോയി എടുത്താൽ മതി. എന്നാൽ കഴിച്ചേക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഒത്തിരി സാധനങ്ങളുണ്ട്. അതിൽ കുറേ എന്താ പറയുക, ദോശ പൊരിക്കുന്ന സാധനം, അതിൻ്റെ വേറെ ഒരു മോഡൽ, പിന്നെ ആപ്രിക്കോട്ടുകൾ, ചീസ്, ചിക്കൻ കൊണ്ടുണ്ടാക്കിയൊരു സാധനം, സമൂസ പോലെയുള്ളത്, 2 ബ്രെഡ്, ജാമുകൾ. നല്ല ബ്രേക്ക്ഫാസ്റ്റാണെന്ന് തോന്നുന്നു, ട്രൈ ചെയ്ത് നോക്കാം. നമ്മളങ്ങനെ റിസപ്ഷനിൽ വന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകണം. നല്ല ആർട്ട് വർക്കുള്ള ഹോട്ടലാണ്. എല്ലാം ഇതുണ്ട്, ലൈറ്റും എല്ലാം നല്ല ഭംഗിയാണ്. ചെയറുകളും ഉണ്ടോ, ഇവിടെ ഒരു ഭിത്തിയിലൊരു വർക്കുണ്ട്, അത് കാണാൻ ഭയങ്കര രസമാണ്. നമ്മൾ രാവിലെ രജിസ്ഥാൻ സ്ക്വയർ കാണാൻ പോവാണ്. സമർഖണ്ഡിലെ ഫേമസ് ഒരു സ്ക്വയറാണ്. അപ്പോൾ അത് കാണാനുള്ള എല്ലാ കാഴ്ചയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്നലെ വന്ന വഴി മോശമാണെങ്കിലും ഈ സമർഖണ്ഡ് ടൗണിലെ വഴികളൊക്കെ നല്ലതാണ്. ട്രാമൊക്കെ ഉണ്ട് ഇവിടെ, ട്രാമിൻ്റെ ലൈനാണ്. പിന്നെ റോഡാണെങ്കിലും നല്ല ഇതാണ്. മറ്റത് റോഡുകൾ ഭയങ്കര ബമ്പിയായിരുന്നു, മൊത്തം കുഴികളായിരുന്നു. ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത നല്ല സ്മൂത്ത് റോഡുകളാണ്. നമ്മൾ എന്നാ പറയണേ, ടൗണിലെ ഒരു ഇൻറ്റീരിയർ ടൗണിലെ ഇൻസൈഡുള്ള റെസിഡൻഷ്യൽ ഏരിയ കൂടെയാണ് പോകുന്നത്. ഇതാണ് സമർഖണ്ഡിലെ, അതായത് ഉസ്ബെക്കിസ്ഥാനിലെ ടൗണിലെ ഇൻറ്റീരിയർ ഏരിയ, ഇൻറ്റീരിയർ സ്ട്രീറ്റ്. നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചപ്പോൾ ഇതിൽ കൂടെ അങ്ങ് വന്നതാണ്. അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ സമർഖണ്ഡിലാണ് നമ്മൾ. അങ്ങനെ ഇവിടുത്തെ ഫേമസ് അട്രാക്ഷനായ രജിസ്ഥാൻ സ്ക്വയറിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു കാർ പാർക്കിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് യാത്രയാകുകയാണ്. ഇത് നല്ല പാർക്കാണ് ഇത്. കുറേ നടക്കാനുണ്ട് ഇതിൻ്റെ അകത്ത്, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ബഗി വണ്ടികളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നടക്കാൻ വയ്യെങ്കിൽ ഈ ടൈപ്പ് ബഗി വണ്ടിയിൽ കയറി പോകാം. ഇവിടെ കുറേ ഉണ്ട് ആൾക്കാർ പോണേ. ഇത് കുറേ ദൂരം നടക്കാനുണ്ട്. ഈ കാണുന്ന പോലെ അങ്ങ് വരെ നടക്കണം. ഐസോം
ക്രിമോവ്, ഐസോം കരീമോവ്, അങ്ങനെ എഴുതി വെച്ചാണ്. ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് വലിയൊരു ബിൽഡിങ്, നമ്മൾ നടന്ന് അതെന്താണെന്ന് പോയി കാണണം. അങ്ങനെ നമ്മൾ നടന്ന് ആ സ്ക്വയറിൻ്റെ അടുത്തുള്ള നമ്മൾ ആദ്യം കണ്ട ആ ബിൽഡിങ്ങില്ലേ, ആ ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തി. എഗെയിൻ ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാൻ കൾച്ചറൽ നോർമലി ബിൽഡിങ്ങുകൾ പോലെ ചുടുകട്ടയിൽ പണിത് ഇതുപോലെ ഡിസൈൻസ് കളറുകൾ കൊടുത്ത് ഡിസൈൻസ് ഉണ്ടാക്കി ഒരു മോസ്ക് മോഡലിലുള്ള ബിൽഡിങ്ങാണ് എല്ലാം. നമ്മളതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവരിവിടെ എഴുതിയ വെച്ചാൽ വേൾഡ് ടൂറിസം ക്യാപിറ്റലാണ് എന്നൊക്കെയാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ രാജ്യത്തും ഓരോ മെയിൻ സ്ഥലങ്ങളുണ്ടാവും, അതിനനുസരിച്ച് ഓരോ ബിൽഡിങ്ങുകളും. ഭയങ്കര വലിയൊരു ബിൽഡിങ്ങാണ്. മോസ്കിൻ്റെ മോഡലിൽ തന്നെ പണിതിരിക്കുന്നത്. എന്നിട്ട് താജ്മഹലിൻ്റെ ഒരു 3 ഇരട്ടി ഉണ്ടാവും. ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുവാണ്. ഇവിടെ നിന്ന് തുടങ്ങി അങ്ങ് ഇതിവിടം വരെ പകുതിയായി ഈ പില്ലർ കാണുന്നവർ. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ അപ്പർ സൈഡിലോട്ടുണ്ട്. ഇതാണ് രജിസ്ഥാൻ സ്ക്വയർ എന്ന് പറയണേ, രജിസ്ഥാൻ സ്ക്വയർ. ഇതാണ് ഓറിയൻ്റൽ ശില്പകല, ഓറിയൻ്റൽ ആർക്കിടെക്റ്റ് എന്ന് പറയുന്ന രീതി. ചുടുകട്ടയുടെ പുറത്ത് അതിനനുസരിച്ച് കളറടിച്ച് വർക്കുകൾ ചെയ്തേക്കുവാണ്. എന്നിട്ട് ഓരോ ഡിസൈൻ ഉണ്ടാക്കും. അതുപോലെ ഫുള്ള് ഭിത്തി ഇങ്ങനെ ചെയ്തേക്കുവാണ്. വിൻഡോസും ഒക്കെ എല്ലാം ഇങ്ങനെ ചെയ്തേക്കുവാണ്. ശരി, അതിന് ചെറിയ ചെരുവുണ്ട്. അതിനല്ല, രണ്ടും ഉണ്ട്. അങ്ങനെ ചെരിച്ചുണ്ടാക്കിയാണ് അത് 2 പില്ലറും. ഇതിന് പില്ലറില്ല, അതിൻ്റെ പില്ലറാണിത് നമ്മുടെ ബാക്കിൽ കാണുന്നത്. ഇതിൻ്റെ ഇതെന്നാ ശില്പകലയാണെന്നറിയാവോ? ഓറിയൻ്റൽ. ഈ ശില്പകലയ്ക്ക് പറയണതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ സിൽക്ക് റൂട്ടിലെ മെയിൻ ഒരു സ്റ്റോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എഴുതി വെച്ചേക്കണം ദ എക്സിബിഷൻ ഓഫ് സിൽക്ക് കാർപ്പറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഒരു ഡോറ് കണ്ടോ, നല്ല അതും നിറച്ച് കൊത്തുപണിയാണ്. The river Zarafshan, which flows through the Samarkand city, many years ago flowed through this place. When it changed course, this place became sandy place, dry. And in a time Amir Timur, this place he used for military centuries. ഈ മദ്രസ 15-ാം നൂറ്റാണ്ടിലുണ്ടാക്കിയതാണ്. ഇത് ബാക്കിയുണ്ട് 6 ഉണ്ടാക്കിയായിരുന്നു. അതിൽ 1 മാത്രം എക്സിസ്റ്റ് ചെയ്തു. പല പല ഇൻവേഷനും വന്നു. അന്നേരം അതെല്ലാം പൊളിച്ചു കളഞ്ഞു. ഇതിപ്പോൾ ഇത് മാത്രം നിലനിന്നു. റഷ്യൻ, അതായത് ചെമ്പാടയുടെ മുന്നേറ്റത്തോടുകൂടി മിക്ക മദ്രസകളും പൊളിച്ചു കളഞ്ഞു. അതിൽ ഇത് ഒരെണ്ണം മാത്രമാണ് 15-ാം നൂറ്റാണ്ടിൽ പണിത് ഇത് നിലനിർത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം പിന്നെ എന്താ പറയുക, റിനോവേറ്റ് ചെയ്തെടുത്താണ്. മോണുമെൻറ്റ് ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെയുള്ള മോണുമെൻ്റ് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഡിസൈൻ കൊത്തി ഉണ്ടാക്കുവാണ് കൈക്ക്. എൻ്റെ കൂടെ ഒത്തിരി ഉണ്ടാക്കിയിരിപ്പുണ്ട്.
mushrooms, courtyard, and cut off. മദ്രസ എന്ന് ഇവരെല്ലാം പറയണേ. ഇവിടെ മദ്രസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരർത്ഥമാണ്, അല്ലെങ്കിൽ സ്കൂൾ എന്നുള്ളൊരർത്ഥമാണ്. ശരിക്കും മദ്രസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സെൻറ്റർ, അങ്ങനെയാണ് കറക്റ്റ്. ഒരു സ്കൂളാവാം, കോളേജാവാം, എന്തും ആവാം മദ്രസ എന്ന് പറയുന്നത് ഇവർ പറയുന്നത്. ഇവരെല്ലാം ഈ കാണുന്നത് നമ്മൾ ഈ കണ്ട് ബിൽഡിങ്ങുകളെല്ലാം മദ്രസ എന്ന് പറഞ്ഞാൽ ഓരോരോ പണ്ട് കാലത്തെ 15-ാം നൂറ്റാണ്ടിലെയും 16-ാം നൂറ്റാണ്ടിലെയും ഒക്കെ എഡ്യൂക്കേഷൻ സെൻറ്ററുകളായിരുന്നു. പല പല ഇൻവേഷനിൽ അതെല്ലാം നശിക്കപ്പെടുകയും ഒരു കാലത്ത് ഈ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായിരുന്നു ഈ സമർക്കണ്ട്. അപ്പം കസാക്കിസ്ഥാൻകാർ പറഞ്ഞു ടാഷ്കൻഡ് കസാക്കിസ്ഥാന് വേണമെന്ന് പറഞ്ഞു. അവർ ഒരു കുറച്ച് നാളെ തന്നെ അത് പിടിച്ചടക്കിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ ഉസ്ബെക്കിസ്ഥാൻ തന്നെ എൻ്റെ കയ്യിലോട്ട് തന്നെ ടാഷ്കൻഡ് തിരിച്ചു വന്നു. അപ്പോൾ ആ സമയത്ത് സമർക്കണ്ടായിരുന്നു ക്യാപിറ്റൽ. അപ്പോൾ അന്നത്തെ രാജാവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലസ്ഥാനം ടാഷ്കൻഡിലോട്ട് മാറ്റി. കാരണം ടാഷ്കൻഡ് അല്ലെങ്കിൽ ഇവർ കസാക്കിസ്ഥാൻ പിടിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ അത് ടാഷ്കൻഡ് ക്യാപിറ്റൽ മാറ്റുവാണെങ്കിൽ അത് സ്ട്രോങ് ആവുകയും ചെയ്യും, ഭരണസ്ഥിരാകേന്ദ്രം എല്ലാം അവിടെ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആണ് ആ സമയത്ത് ടാഷ്കൻഡിലോട്ട് ക്യാപിറ്റൽ മാറ്റിയത്. ഇത് ഇവിടെ കയറി നോക്കാം. ഇതൊരു ഷോപ്പാണ് ഇവിടെയുള്ള. ആ ഷോപ്പിൽ കയറി നോക്കാം. അതിൻ്റെ പൊക്കം കുറവാണ്, നമ്മൾ കുനിഞ്ഞ് വേണം കയറാൻ. എന്നിട്ട് സിൽക്കാണ്, പല പല സിൽക്കും കൊണ്ടുള്ള. No, North Agra is Delhi near. Okay. ഇവിടുത്തെ This dress, This how much? cotton, How much? 100% cotton. In dollar, some. In some, 180,000. ഇതെല്ലാം 100% കോട്ടൺ ആയിട്ടുള്ള ഉടുപ്പുകളാണ്. In India, scarf many. In dress good. In ഈ പുള്ളിക്കാരി ഇവിടെ നിന്ന് തുണികളെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, എന്ത് ഇതാണ് വേണ്ടതെന്നുള്ളത്. this in Uzbekistan. ഇത് നന്നായിട്ട് പേശുന്നുണ്ട് ഇവിടെ ഇരുന്ന്. ആദ്യത്തെ സെയിലാണെന്നാണ് പറഞ്ഞത്. ഷായി ചേട്ടൻ ഒരു ഇത് മേടിക്കാൻ പോവാണ്. 117, no $15. 150? ഇവിടുത്തെ ഈ മദ്രസയുടെ, അതായത് ഈ എഡ്യൂക്കേഷൻ സെൻ്ററിൻ്റെ അടുത്തുള്ള ടോയ്ലറ്റാണിത്. പഴയ രീതിക്ക് പണിതേക്കണ ബിൽഡിങ്ങുകളും ആ ബിൽഡിങ്ങിലെ ടോയ്ലറ്റ് രസമുണ്ടല്ലേ.